നമസ്കാരം, എസ് ടി വി മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിരുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുകയാണ്. 4K അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്താണ് ചിത്രം വീണ്ടും പുറത്തിറക്കിയിരിക്കുന്നത്. പഴയ പതിപ്പിൽ നിന്ന് കുറേയധികം സീനുകൾ എഡിറ്റ് ചെയ്താണ് പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ടെന്ന ടാഗ് ലൈനിൽ പുറത്തിറങ്ങിയ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡിലാണ് കഥ പറയുന്നത്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീത വിദ്യാർത്ഥി തന്നെ പുറത്താക്കിയ കോളേജിൽ വീണ്ടും തിരിച്ചെത്തുന്നു. ആ തിരിച്ചുവരവിൽ തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയ നിഗൂഢതയുടെ ചുരുൾ നിവർത്തുന്നതിനോടൊപ്പം തന്നെ വിശാൽ എന്ന സംഗീതജ്ഞന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കൂടി ആ മടങ്ങിവരവ് തുടക്കമിടുകയാണ്. അലീന നടത്തുന്ന സംഗീത കോളേജിലെ വിദ്യാർത്ഥികളെ പുതിയൊരു മ്യൂസിക് കോമ്പറ്റീഷനെ പരിശീലിപ്പിക്കാനായാണ് വിശാൽ വീണ്ടും ആ കോളേജിലെത്തുന്നത്. അലീന തന്റെ കാമുകനായ മഹേശ്വർ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ്. ആ കോളേജിൽ തന്റെ കാമുകനായ മഹേശ്വർ വായിച്ചിരുന്ന സപ്തസ്വരമണി ഉതിർക്കുന്ന സംഗീതോപകരണം വായിച്ചതിനാണ് വിശാലിനെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്. തന്റെ മടങ്ങിവരവിൽ ആ രാത്രി കാലങ്ങളിലെ മ്യൂസിക് റൂമിലെ സംഗീതോപകരണത്തിൽ ഈണമിട്ടത് ആരാണെന്നും അലീനയുടെ കാമുകനായ മഹേശ്വറിന് എന്ത് സംഭവിച്ചെന്നും വിശാൽ കണ്ടെത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. വിക്ടോറിയൻ കാലത്തെ അനുസ്മരിക്കും വിധത്തിലുള്ള വേഷവിധാനങ്ങളും സംഗീതത്തിന്റെ പശ്ചാത്തലമൊക്കെ ഇപ്പൊ കാണുമ്പോഴും ചിത്രത്തെ വല്ലാത്തൊരു ഫ്രഷ് ഫീലാണ് നമുക്ക് തരുന്നത്. ചിത്രം കഥ പറയുന്നൊരു പശ്ചാത്തലം തന്നെ അതുവരെ മലയാള സിനിമ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലല്ല ദേവദൂതൻ എന്ന ചിത്രം കഥ പറയുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടു ശീലിച്ച മിസ്റ്ററി ചിത്രങ്ങൾ പോലെ വളരെ ലിമിറ്റഡായ ക്യാരക്ടർ ഉപയോഗിച്ച് അധികം ലൊക്കേഷൻസിലേക്കൊന്നും പോവാതെ ഒറ്റ ലൊക്കേഷനിൽ മിനിമൽ ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ആ വേൾഡിനെ വളരെ മിസ്റ്റീരിയസ് ആയി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ദേവദൂതൻ എന്ന ചിത്രം. പ്രത്യേകിച്ച് ആ ചിത്രം കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറേയധികം ഇമേജസ് ഉണ്ട്. പ്രത്യേകിച്ച് അലീനയും തന്റെ കാമുകനായ മഹേശ്വറും മീറ്റ് ചെയ്യുന്ന കരളെ നിൻ കൈപിടിച്ചാൽ എന്ന ഗാനത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ ആയാലും, ആ രാത്രി കാലങ്ങളിൽ ആ മ്യൂസിക് റൂമിൽ സംഗീതോപകരണം ഈണമിടുന്നൊരു വിഷ്വൽ ആയാലും, അതിനോടൊപ്പം തന്നെ ഈ വനത്തിലൂടെ ഈ കുതിരക്കുളമ്പടി അടിച്ചുകൊണ്ടുള്ള അലീന സഞ്ചരിക്കുന്ന ആ കുതിരവണ്ടി ആയാലും, അത്തരം വിഷ്വൽസ് ഒക്കെ ഇപ്പോൾ കാണുമ്പോഴും വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഇതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് സ്വഭാവമുണ്ട്. അലീനയുടെ കഥാപാത്രത്തിനായാലും അതുപോലെ തന്നെ അലീനയുടെ കാമുകനായ മഹേശ്വർ, ആ പേരിലായാലും ആ മഹേശ്വറിന്റെ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയായാലും ആ ക്യാരക്ടേഴ്സിന്റെ വേഷവിധാനങ്ങളായാലും, ഇതിൽ അലീനയുടെ അച്ഛനെ കാണിക്കുമ്പോഴും ഒരു ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലം ആ കഥാപാത്രത്തിന് നൽകുന്നുണ്ട്. അച്ഛന്റെ സഹായിയായ മുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രം ചിത്രത്തിന് വല്ലാത്തൊരു മിസ്റ്റീരിയസ് അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ വളരെ സഹായകരമാവുന്നുണ്ട്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ വിശാൽ കൃഷ്ണമൂർത്തിയായി എത്തുന്നത് മോഹൻലാലാണ്. ചിത്രം തുടങ്ങുമ്പോഴുള്ള എന്തൊരു മഹാനുഭാവലു എന്നുള്ള ഗാനത്തിൽ ഒരു മ്യൂസിക് കണ്ടക്ടറായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. ആ ഗാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് കണ്ടക്ടറിന്റെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് മോഹൻലാൽ എന്ന നടൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഗാനത്തിൽ മോഹൻലാൽ എന്ന നടന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ കഥാപാത്രത്തോട് അത്രത്തോളം ചേർന്നാണ് മോഹൻലാൽ എന്ന നടൻ നിൽക്കുന്നത്. വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെ തന്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് മോഹൻലാൽ എന്ന നടൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ സംഗീതമാണ്. സംഗീതത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ തന്നെയാണ് കഥ പറയുന്നത്. വിദ്യാസാഗറാണ് ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രത്തിലൂടെ വിദ്യാസാഗറിന് ലഭിച്ചു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആ വർഷം പരാജയമായിരുന്നെങ്കിലും ഇതിന്റെ ഗാനങ്ങളൊക്കെ പിന്നീട് മലയാളികൾ ഏറ്റുപാടിയിട്ടുള്ള ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള ഗാനമായാലും, ഈ ചിത്രത്തിൽ തുടക്കം തന്നെ കാണിക്കുന്ന കീർത്തനമായ എന്തൊരു മഹാനുഭാവലു എന്നുള്ള ഗാനമായാലും പ്രേക്ഷകർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് കേൾക്കുന്ന ഗാനങ്ങളാണ്. ഇതിൽ അലീനയും മഹേശ്വറും കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു തീം മ്യൂസിക് ഒക്കെ വളരെ രസമാണ്. അതുപോലെ തന്നെ ഇതിലെ ചില രംഗങ്ങളിൽ മിസ്റ്ററി വർദ്ധിപ്പിക്കാനൊക്കെ വിദ്യാസാഗർ ഉപയോഗിക്കുന്ന ചില സ്കോറുകളൊക്കെ തിയേറ്ററിൽ വീണ്ടും 4K അറ്റ്മോസ്ഫിയറിൽ കാണുമ്പോൾ വളരെ കൂരിത്തരിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊരു മഹാനുഭാവലു എന്നുള്ള ഗാനം 4K അറ്റ്മോസ്ഫിയറിൽ വീണ്ടും കേൾക്കുമ്പം വല്ലാത്തൊരു ഫ്രഷ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിബി മലയിൽ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ചിത്രമാണ് ദേവദൂതൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രഘുനാഥ് പലേരിയുടെ തിരക്കഥയ്ക്ക് മുകളിൽ സംവിധാന മികവ് കൊണ്ട് ദേവദൂതൻ എന്ന ചിത്രത്തെ സിബി മലയിൽ എന്ന സംവിധായകൻ വേറിട്ട് നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഥ പറയാൻ ഉപയോഗിക്കുന്ന ടൂളുകളായാലും കഥയുടെ സോളിനെ സംവിധാന മികവ് കൊണ്ട് സിബി മലയിൽ എന്ന സംവിധായകൻ വളരെ വ്യത്യസ്തമാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും.
പ്രത്യേകിച്ച് ആ കഥയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തലമായാലും അതിലെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പായാലും സംഗീതം ഉപയോഗിച്ചിരിക്കുന്ന രീതിയായാലും തിരക്കഥയ്ക്ക് മുകളിലാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം എന്ന് തന്നെ പറയാം. രണ്ടാം കാഴ്ചയിൽ ചിത്രത്തിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പോരായ്മ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ വിശാലിന്റെ ഇന്റൻഷൻ അത്രത്തോളം കൺവിൻസിംഗ് ആയി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് ചിത്രം നേരിടുന്ന രണ്ടാം കാഴ്ചയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമായി തോന്നിയത്. ഇതിലെ പ്രധാന കഥാപാത്രമായ വിശാൽ കൃഷ്ണമൂർത്തി ഈ ചിത്രത്തിന്റെ നിഗൂഢതയുടെ ചുരുൾ നിവർത്തുന്നതൊക്കെ ഒട്ടും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം ഈ ചിത്രത്തിന്റെ കഥ പറയുന്നൊരു വേൾഡിനോട് അത്രത്തോളം നീതി പുലർത്തുന്ന തരത്തിൽ ഗ്രിപ്പിംഗ് ആയ തിരക്കഥയാണ് എന്ന് രണ്ടാം കാഴ്ചയിൽ ഒരു തരത്തിലും ഫീൽ ചെയ്യുന്നില്ല. ആ കോളേജിലെ ലാബിലുള്ളത് അലീനയുടെ കാമുകന്റെ അസ്ഥികൂടമാണ് എന്നുള്ളത് വിശാൽ കണ്ടെത്തുന്നതൊക്കെ അത്രത്തോളം കൺവിൻസിംഗ് ആയിട്ടാണ് എത്തിയതെന്ന് തോന്നിയില്ല. കാരണം രണ്ടാം കാഴ്ചയിൽ കുറേയധികം സീനുകൾ ഇതിൽ നിന്ന് പഴയ ചിത്രത്തിൽ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ ക്രിഞ്ച് സീനുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തോന്നിയത് ആ കാലത്തെ പ്രേക്ഷകർക്ക് രസിക്കാൻ വേണ്ടി മോഹൻലാലിന്റെ കഥാപാത്രത്തിൽ കുറച്ചുകൂടെ വിട്ടുവീഴ്ചകൾ നടത്തിയിട്ടുള്ളതായിട്ട് ഇപ്പോൾ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടി സീരിയസ് ആയി ഈ വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെ സമീപിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ചിത്രത്തിന്റെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം ഇതിലെ കോൺഫ്ലിക്റ്റുകൾ വളരെ കൺവിൻസിംഗ് ആയി വരാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പവും ചിത്രത്തെ പിറകോട്ട് അടുപ്പിക്കുന്നതായി തോന്നി. തിരക്കഥയുടെ പോരായ്മകൾ മാറ്റിവെച്ചാൽ ദൃശ്യഭാഷയിൽ ഒരു മികച്ച ഫീൽ തന്നെയാണ് ദേവദൂതൻ എന്ന ചിത്രം തിയേറ്ററിൽ സമ്മാനിക്കുന്നത്.